കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് ആണ് 2 പേർ മരിച്ചത്. പരിക്കേറ്റ 15 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ട്രാവലറിന്റെ ഡ്രൈവർ രാജേഷ്, വാഹനത്തിലുണ്ടായിരുന്ന രമണി എന്നിവരാണ് മരിച്ചത്. കൊണ്ടോട്ടി പെരിയമ്പലത്താണ് പുലർച്ചെയോടെ അപകടം ഉണ്ടായത്. സംഭവ സ്ഥലത്തു നിന്നും അരുൺ അമൃതനാഥ് ചേരുന്നു. അരുൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആശുപത്രിയിലുള്ളവരുടെയൊക്കെ ഗുരുതരമായ അവസ്ഥയിലുള്ള നിരവധി പേരുണ്ടെന്നാണല്ലോ അറിയുന്നത്. വേദനയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഈ ദിവസം നമുക്ക് രാവിലെ പങ്കുവെക്കാനുള്ളത്. രാത്രി 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഉണ്ടാകുന്നത്. ഈ വാഹനം കണ്ടാൽ തന്നെ അറിയാം അത്തരത്തിൽ തകർന്നതാണ്. എതിർദിശയിലുള്ള 2 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. കൊട്ടിയൂരിലേക്ക് പോകുന്ന ഈ ട്രാവലറും ഒപ്പം തന്നെ എതിർദിശയിൽ വരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആദ്യം ആ സമയത്ത് ദൃക്സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനം ആകെ തകർന്ന നിലയിൽ തന്നെയാണ്. 2 മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആംബുലൻസ് ഈ ട്രാവലർ ഡ്രൈവറുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ രമണി എന്ന ഒരു സ്ത്രീയുടെയും മരണം, അങ്ങനെ 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എല്ലാവരും ചികിത്സയിൽ തുടരുന്നത്. 15ഓളം യാത്രക്കാർ ഈ ട്രാവലർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആ സമയത്തുണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ കൂടി ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനമൊക്കെ? സർ, രാത്രി ഒരു 12:15 1 മണി സമയത്ത് പിന്നെ കോഴിക്കോട് നിന്ന് വരുന്ന ഒരു പിക്കപ്പ് പൂളിറക്കി വരുന്ന വണ്ടി, കോടങ്ങാടുള്ള ആ വണ്ടി ഇവരെ കൊട്ടിയൂരേക്ക്, പാലക്കാട് നിന്ന് കൊട്ടിയൂരിലേക്ക് പോകുന്ന ഒരു ട്രാവലർ വണ്ടിയാണ് കൂട്ടിയിടിച്ചത്. ഞാൻ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ആ പുളിക്കൽ തന്നെ BM ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 3 വണ്ടി ഇവിടെ പുളിക്കലുണ്ട്. ആ സമയത്ത് ആ 3 വണ്ടികളും പെട്ടെന്ന് എത്തി. ഇതിന് ശേഷം കൊണ്ടോട്ടിൽ നിന്നും ഫറോക്കിൽ നിന്നൊക്കെ വളരെ വണ്ടികൾ 108 വന്നു. എല്ലാവരായിട്ട് ഞങ്ങൾ ഓരോ പേഷ്യൻറ്റിനെ ഓരോരുത്തരെടുത്തിട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. ഒരു അമ്മയായിരുന്നു, ഒരു 75-80 വയസ്സുള്ള ഒരു അമ്മ. ഒരേ വലത് കാല് മുട്ടിന് താഴെ നല്ല പരിക്കാണ്. അതുപോലെ എൻ്റെ തൊട്ട് മുമ്പ് പോയ വണ്ടിയിൽ ഡ്രൈവറായിരുന്നു, ഈ ട്രാവലറിലെ ഡ്രൈവറായിരുന്നു. അയാളുടെ മുഖം ശരിക്കും നല്ല ഡാമേജാണ്. മുഖം പൊളിഞ്ഞ പോലെ ആയിരുന്നു ഞാൻ കണ്ടു സ്ട്രെച്ചിൽ കാണുമ്പം. ആ സമയത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മരണപ്പെട്ട ഒരു തോന്നിയത്. അതായാലും പിന്നീട് അറിഞ്ഞ് മരണപ്പെട്ടു എന്നാണ്. ആദ്യം തന്നെ എല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അല്ലേ? ഒരു 10 ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്. ബാക്കി ഫറോക്ക് ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ, അവിടേക്കാണ്. ബാക്കി 108 അങ്ങോട്ടാണ് പോയത്. 108 വിളിച്ചിരുന്നു. അപ്പോൾ 108 അങ്ങോട്ടാണ് പോയത്. ഇപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോയത്. ആ സമയത്ത് സംഭവ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന യാത്രക്കാർ 2 പയ്യന്മാരുണ്ടായിരുന്നു ഒരു കടയിൽ. അവിടെ എന്തോ ചെറിയൊരു കട ഉണ്ട് അവിടെ. അവർ വന്നിട്ടാണ് BM ഹോസ്പിറ്റലിൽ വന്നിട്ട് വിവരം പറഞ്ഞു, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, വലിയ ആക്സിഡൻ്റാണ്, പെട്ടെന്ന് ആംബുലൻസ് വേണമെന്നൊക്കെ അവരാണ് വന്ന് പറഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ വീട് അറിയുന്നതും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വിളിച്ചതും അതിന് ശേഷമാണ്. എതിർദിശയിലായിരുന്നു 2 വാഹനങ്ങൾ കൂട്ടിയിടിക്കായിരുന്നു. ഇവർ പാലക്കാട് നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന പിൽഗ്രിംസാണ്. മറ്റേത് കോടങ്ങാടുള്ള ഒരു പൂള വണ്ടിയാണ്, നമ്മൾ പരിചയമുള്ള വണ്ടിയാണ്. അത് അവർ കാലിയിൽ വരിക, തിരിച്ചു വരിക. ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഡ്രൈവറിന് വലത് കാലിന് നല്ല പരിക്കുണ്ട്. ആ സംഭവം അവർ നേരിട്ട് കണ്ടിരുന്നു? ആ 2 പേര് കണ്ടിരുന്നോ? അവരെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അവരാണ് ഹോസ്പിറ്റലിൽ ഒന്ന് പറഞ്ഞെന്നുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നമ്മുടെ പറഞ്ഞാണ്, അവിടുത്തെ മാനേജർ പറഞ്ഞാണ്. അങ്ങനെ 2 പയ്യന്മാരൊന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞതും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചതൊക്കെ ആ സമയത്താണ്. എന്തായാലും വലിയൊരു ആഘാതം തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ആഘാതം തന്നെയാണ്. നല്ല മഴയുണ്ടായിരുന്നു, വ്യക്തമായ മഴയുള്ള സമയമാണ് ആ സമയം. അതെ മോത്തി, അത്തരത്തിൽ തന്നെ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് ഈ അപകടത്തിന്റെ ആഴം വ്യക്തമാകുന്നതാണ്. അത്തരത്തിൽ 2 മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. പരിക്കേറ്റിട്ടുണ്ടോ അരുൺ? അതെ, 10 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന കണക്ക്. അതുപ്രകാരം 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. ട്രാവലറിലുള്ളവർ തന്നെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാവുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കാവുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. അവരുടെ ചികിത്സ എന്തായാലും പുരോഗമിക്കുകയാണ്. ഈ 2 വാഹനങ്ങളും റോഡ് അരികിലേക്ക് എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഈ ട്രാവലറുടെ നില കാണുമ്പോൾ തന്നെ അപകടത്തിൻ്റെ ആഴം വ്യക്തമാവുന്നതുമാണ്. മോത്തി, ഈ അപകട കാരണം എന്ത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം നേർക്കുനേർ വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നല്ലോ. അതെ, ആ സമയത്ത് മഴയുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലൊരു സ്ഥിരീകരണമോ അങ്ങനെ ഒരു വ്യക്തമായ അറിവോ നമുക്ക് ലഭ്യമല്ല. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നവരെ നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ തന്നെ 2 പേരെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവരും ഈ അപകടം നേരിട്ട് കണ്ടോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ അവരാണ് ആശുപത്രിയിൽ ഉൾപ്പെടെ വിവരം അറിയിച്ചത്. അതുകൊണ്ട് എന്താണ് അപകട കാരണം, അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഈ മണിക്കൂറിൽ എന്തായാലും നമുക്ക് കൃത്യമായൊരു വിവരമില്ല എന്നുള്ളതാണ്. എതിർദിശയിലുള്ള വാഹനങ്ങൾ കൂട്ടിയിടിച്ചതാണ്. ആ സമയത്ത് മഴയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിയന്ത്രണം വിട്ടതാകാമെന്നൊക്കെയുള്ള നിഗമനങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രാഥമിക സ്ഥിരീകരണമില്ല. മോത്തി,
തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല. അരുൺ, അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന ഒരു മേഖലയാണോ അത്? അതായത് മോത്തി, ഇത് ഇത്തരത്തിൽ സംസ്ഥാന പാത തന്നെയാണ്. പാലക്കാട് കോഴിക്കോട് പ്രധാന മേഖല തന്നെയാണ്. ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് അത്തരത്തിൽ സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന മേഖലയൊന്നുമല്ല. അങ്ങനെ അപകട വളവോ ഒന്നും തന്നെ എന്നുള്ളതാണ് ഈ അപകടം നടന്ന മേഖലയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, നാട്ടുകാരൊക്കെ പറയുന്നതിലൊക്കെ തന്നെ വ്യക്തമാകുന്നത്. എങ്കിലും പ്രധാനപ്പെട്ട പാത കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടി അത്തരത്തിൽ അമിത വേഗതയിലൊക്കെ വാഹനങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ ഒരു മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എയർപോർട്ട് റൂട്ടിലൊക്കെ തന്നെയാണ്. എങ്കിലും ഇന്നലത്തെ ഒരു അപകട കാരണം എന്താണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് എന്തായാലും വ്യക്തമല്ല. ഈ കൂട്ടിയിടിയിൽ വാഹനം ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുൻഭാഗം തകർന്നു പോയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അമിത വേഗത അല്ല എന്ന് പറയാനും കഴിയില്ല എന്ന് തോന്നുന്നു, അല്ലേ അരുൺ? മോത്തി, അതാണ് എതിർദിശയിലുള്ള കൂട്ടിയിടി തന്നെയാണ്. അതിൻ്റെ ആഘാതം തന്നെയാണ് മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രാവലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം. അത്തരത്തിലൊരു ഭാഗം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ട്രാവലർ ഉള്ളത്. രണ്ട് വാഹനങ്ങളും അത്തരത്തിൽ ഈ റോഡരികിലേക്ക് ഇപ്പോൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ക്രെയിനൊക്കെ ഉൾപ്പെടെ ഉപയോഗിച്ച് വാഹനങ്ങൾ മാറ്റി റോഡ് അരികിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ്, അത്തരത്തിലൊരു കൂട്ടിയിടി തന്നെയാണ് നടന്നിട്ടുള്ളത്. ടിപ്പറും ഇതുപോലെ തന്നെ റോഡരികിലേക്ക് സമീപത്ത് തന്നെ മാറ്റിയിട്ടിരിക്കുകയാണോ? അതെ, മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 500 മീറ്റർ ദൂരത്തിലാണ് രണ്ട് വാഹനങ്ങളും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഗതാഗതത്തിന് തടസ്സം വരാത്ത രീതിയിലാണ് രണ്ട് വാഹനങ്ങളും മാറ്റിയത്. ട്രാവലറിന് കുറച്ച് അകലെയായാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ദൃശ്യത്തിൽ നമുക്ക് ഈ ലോറി ലഭ്യമാവാത്തത്. കുറച്ച് അകലെ ആയതുകൊണ്ടാണ്. അത് ഗതാഗതത്തിന് തടസ്സം വരാത്ത രീതിയിൽ രണ്ട് വാഹനങ്ങളും മാറ്റിയിട്ടതാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അത്തരത്തിൽ ഇടിയുടെ ആഘാതം, കൂട്ടിയിടിയുടെ ആഘാതം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്തരത്തിൽ വാഹനം തകർന്നു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഡ്രൈവറുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ ഒരു സ്ത്രീയുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. അങ്ങനെ രണ്ട് മരണങ്ങൾ സ്ഥിരീകരിച്ചു. 5 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഗുരുതരമായി തന്നെ പരിക്കേറ്റവരുണ്ട്. അവരുടെയൊക്കെ ചികിത്സ, ആരോഗ്യനില പരിശോധിച്ച് വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ പുരോഗമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ കൂടി ഇനി വരും മണിക്കൂറിൽ കൂടി ലഭ്യമാവേണ്ടത് കൂടിയുണ്ട്. മോത്തി, തീർച്ചയായിട്ടും ഇത് ഈ തീർത്ഥാടകരൊക്കെ എവിടെ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് നിലവിൽ ഉണ്ടോ? പാലക്കാട് സ്വദേശികളാണ്. എല്ലാവരും തന്നെ പാലക്കാട് സ്വദേശികളാണ്. പാലക്കാട് നിന്നാണ് ഇവർ കൊട്ടിയൂരിലേക്ക് തീർത്ഥാടനത്തിനായി പോയിരുന്നത്. ലോറി പാലക്കാട് ഭാഗത്തേക്ക്, പാലക്കാട് ദിശയിലേക്ക് സഞ്ചരിക്കുകയുമായിരുന്നു. പാലക്കാട് റൂട്ടിലേക്ക് സഞ്ചരിക്കുകയുമായിരുന്നു. ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലാണ് എതിർദിശയിൽ കൂട്ടിയിടിച്ചത് എന്നുള്ളതാണ്. ഇനി ഇവരുടെ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടത്, ആളുകളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകേണ്ടതുള്ള ആശുപത്രി കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോർത്തി.